കുട്ടികളിലുള്ള ബ്രീത്തിങ് ഇഷ്യൂസ് ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു വിഷയമാണ്. അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് അതിൻ്റെ ഫ്രം ദ ടൈം ഓഫ് ബർത്ത്, അതായത് ജനിച്ചു കഴിഞ്ഞുള്ള പീരീഡിൽ നിന്നുള്ള ഒരു ബ്രീത്തിങ് ഇഷ്യൂ ആണെങ്കിൽ, അപ്പോൾ നമ്മൾ പലപ്പോഴും ബ്രീത്തിങ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അത് മൂക്കടപ്പാകാം, മൂക്കിൽ കൂടെ ഫ്രീ ആയിട്ട് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ശ്വാസം എടുക്കാനുള്ളൊരു തടസ്സം. അപ്പോൾ ഇത് എന്ത് ടൈപ്പാണെന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കാരണം മൂക്കടപ്പ്, മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റുന്നത് ഒരു ടോട്ടലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് പ്രോബ്ലമാണ്. നമ്മൾ അതേസമയം ഇപ്പോൾ ചെസ് സംബന്ധമായിട്ടുള്ള വിഷയമാണെങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ശ്വാസം എടുക്കാൻ കുറുകുറുപ്പ്, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ, അല്ലെങ്കിൽ ഭയങ്കര എഫേർട്ട് ഇട്ട് ബ്രീത്ത് ചെയ്യുന്നൊരു സാഹചര്യം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇങ്ങനൊരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ആദ്യം ഇതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഇതിനകത്ത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണം നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഇപ്പോൾ കൊച്ചു കുട്ടികളാണെന്ന് വെച്ചാൽ ജനിച്ച ദിവസം തൊട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ പ്രോബബ്ലി ജന്മന കൺജനൈറ്റലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിരിക്കണം. ഇല്ല കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമുള്ളതാണെന്ന് വെച്ചാൽ അതിന് നമ്മൾ അതിൻ്റേതായ കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായ കോസുകൾ കാണും. പിന്നെ ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോഴുള്ള തടസ്സവും നമ്മൾ പറയുമ്പോൾ നോയ്സി ബ്രീത്തിങ് ഉണ്ടോ എന്ന് ചോദിക്കണം. നോയ്സി ബ്രീത്തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ ഒരു കൂർക്കമ്പലി ഉദാഹരണത്തിന് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ കൂർക്കമ്പലി എന്ന് പറഞ്ഞാൽ സ്നോറിങ്, അത് കൂർക്കമ്പലി എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കൽ ഒരു ഒബ്സ്ട്രക്ഷൻ, നമ്മൾ ശ്വാസം എടുക്കുന്ന പാസേജിൽ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നൊരു സൗണ്ടാണ് ഈ കൂർക്കമ്പലി. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് കാണും. അപ്പം അതിനുള്ള റീസൺസ് നമ്മൾ നോക്കേണ്ടി വരും. അതേസമയം ഇപ്പം ലേബേർഡ് ബ്രീത്തിങ്, കുട്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ച് ശ്വാസം എടുത്ത് വിടുന്നു, ചെസ്റ്റ് കുഴിയുന്നു, നമ്മുടെ ഷോൾഡർ കുഴിയുന്നു, കഴുത്ത് മസിൽസ് സ്ട്രെയിൻ കൊടുത്തപ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ട് ബ്രീത്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ, ഇത് യൂഷ്വലി നമ്മൾ ഈ പറഞ്ഞ പോലെ കൺജനൈറ്റലായിട്ടുള്ളൊരു സ്ട്രൈഡർ, ലാരിഞ്ചൽ സ്ട്രൈഡർ എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. അത് യൂഷ്വലി കുട്ടി ജനിച്ച് വിത്തിൻ 2 weeks നമ്മൾ കാണുന്ന പ്രോബ്ലമാണ്. അതിന് പുറമെ കുട്ടികൾക്ക് ജന്മനാ ഉള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. വെബ് എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്, കൺജനൈറ്റൽ വോക്കൽ കോർഡ് പാൽസി ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസാണ് നമ്മൾ ന്യൂ ബോൺസിൽ നോക്കേണ്ടതായിട്ടുള്ള കാര്യം. എന്നാൽ ഇതൊക്കെ കമ്പാരിറ്റീവ്ലി ലെസ് കോമൺ ആണ്. അതിനേക്കാട്ടിലും കോമൺ ആയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ പീഡിയാട്രിക് അല്ലെങ്കിൽ നേസൽ ഒബ്സ്ട്രക്ഷനാണ്, മൂക്കടപ്പ്. അഗെയിൻ കൺജനൈറ്റലായിട്ടുള്ള കാരണങ്ങളുണ്ട്. ജനിച്ച ദിവസം തൊട്ട് മൂക്കടഞ്ഞിരിക്കാനും മൂക്കൊലിക്കാനും ഉള്ള കാരണങ്ങൾ തൊട്ട് ഫിസിയോളജിക്കലായിട്ടുള്ള നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. കുട്ടികളിൽ നോർമലായിട്ട് ഉണ്ടാകുന്ന നേസൽ ഒബ്സ്ട്രക്ഷൻ, കരയുക അല്ലെങ്കിൽ ഇപ്പോൾ ജലദോഷം, പനി, ഇതിന് ശേഷം വരാവുന്ന നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്. അതിന് പുറമെ കുറച്ചും കൂടെ വളർന്ന് വലുതായി 2-3 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ കുട്ടികൾക്ക് യൂഷ്വലി ഫിസിയോളജിക്കലായിട്ടുള്ള നോർമലായിട്ടുള്ള അഡിനോയിഡ് ടിഷ്യൂ എന്ന് പറഞ്ഞ ടിഷ്യൂവിൻ്റെ എൻലാർജ്മെൻറ്റ് കാണാം. ഇതൊക്കെയാണ് കുട്ടികളിൽ നോർമലായിട്ട് നമ്മൾ കാണുന്ന കോസസ്, നേസൽ ഒബ്സ്ട്രക്ഷൻ ഉള്ളത്. അപ്പോൾ എന്ത് ഒരു നേസൽ ഒബ്സ്ട്രക്ഷനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു നോയ്സി ബ്രീത്തിങ്ങോ പെർസിസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ENT ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ തീരെപ്പൊടി കുട്ടികളിൽ കോമൺ ആയിട്ടുള്ള വേറൊരു കാരണമാണ് ഫോറിൻ ബോഡി, മൂക്കിൽ എന്തെങ്കിലും എടുത്തിടുക എന്നുള്ളത്. പലപ്പോഴും അത് നമ്മൾ കാണാതെ പോകും, പക്ഷേ അത് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മൂക്കടപ്പായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്.